പിന്നെ ഒരു കാര്യം പറയാനുള്ള സെൻസർ ബോർഡിനോടാ. എന്തൊരു തോൽവികളാണ് നീയൊക്കെ എന്നാണ് എനിക്കിപ്പോൾ തോന്നിപ്പോണ മനസ്സിൽ. കാരണം ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ നീയൊക്കെ ക്ലിയറൻസ് കൊടുക്കും, സർട്ടിഫിക്കേഷൻ കൊടുക്കും, റിലീസിന് അനുമതി കൊടുക്കും. എന്നിട്ട് ജനനായകൻ പോലുള്ളൊരു പടം വന്നപ്പോൾ നിനക്കൊക്കെ പറ്റൂല അല്ലേ? ഇതിൻ്റെ ആദ്യ ഭാഗം തന്നെ ശരിക്കും പറഞ്ഞാൽ റിലീസ് ചെയ്യാൻ സമ്മതിക്കരുതായിരുന്നു. അതൊക്കെ അപ്പം തന്നെ ഈ സീനാണ്. എന്നിട്ട് ജനനായകൻ പറ്റൂല. ജനനായകൻ പിന്നെ വലിയ പ്രശ്നമുള്ള പടമുള്ള ഒരു സിനിമയാണ്. ഒരു സിനിമ ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന്. എന്തിനിങ്ങനെ ഒരു സിനിമ? ഈ വിപുൽ അമൃത്ലാൽ ഷാ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, വേറെ ഒരു പണിയില്ല എന്ന് തോന്നുന്നത്. പുള്ളി റേജ് ബെയ്റ്റ് പ്രൊപ്പഗൻഡ ടൈപ്പ് ഓഫ് മൂവീസ് മാത്രമാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. പുള്ളി അതിലൊരു ആനന്ദം കണ്ടെത്തുന്നതെന്നാണ് എനിക്ക് തോന്നണത്. അല്ലാതെ വേറൊരു കാരണം ഞാൻ കാണുന്നില്ല ഇങ്ങനെ ഒരു സിനിമയായിട്ട് വീണ്ടും വരാൻ. കാരണം ഓൾറെഡി കേരളത്തിലെ എല്ലാവരും ശക്തമായി എതിർത്ത ഒരു സിനിമയായിരുന്നു പാർട്ട് 1. ഫാക്റ്റിനെ ഫാക്റ്റായിട്ട് കാണിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ 10-ൽ താഴെ വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ എന്തെങ്കിലും ദൂഷ്യ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിപാടികൾക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാവരും അങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാ പെൺപിള്ളേരും അങ്ങനെയാണ്, ഇത്രയും പെട്ടെന്ന് പൊട്ടന്മാരാക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിലേക്ക് കാണിച്ചു വെച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു സംഭവമായിട്ട് തോന്നിയത്. ആ സിനിമ ഡീസൻ്റായിട്ട് എടുത്തിരുന്നെങ്കിൽ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്താനെ. പക്ഷേ ഭയങ്കര പ്രൊപ്പഗൻഡ ലെവലിൽ എടുത്തു വെച്ചുകൊണ്ടാണ് ആൾക്കാർക്ക് ദഹിക്കാതെ പോയത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പ്യുവർ റേജ് ബെയ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. പക്ഷേ അവർക്കറിയാം ഈ റേജ് ബെയ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടത്തിലൊരു കോപ്പും ഇല്ലെങ്കിലും ആൾക്കാർ ഈ റേജ് ബെയ്റ്റ് കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പടച്ചു വിടുമ്പോഴേക്കും അതിനകത്ത് എന്തുണ്ട് എന്ന് കാണാൻ വേണ്ടി പോകും എന്നറിയാം. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞല്ലേ അതിൻ്റെ അകത്ത് ചെല്ലണത്. ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലായത് ഇതിലൊന്നുമില്ല എന്ന് ഫിറോസ്ക പറയാവുന്ന പോലെ ഉള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി വന്ന ആൾക്കാരുടെ ആൻറ്റിയും ഇതിൽ ഒരു തേങ്ങയില്ല, ഇത് മൊത്തം ഇങ്ങനത്തെ ഊളത്തരങ്ങളാണ്, അല്ലെങ്കിൽ സോ ആൻഡ് സോ ഈ സാധനം മൊത്തം ഭയങ്കര പ്രൊപ്പഗൻഡ ആണെന്നൊക്കെ പറഞ്ഞ് ഇതിനെപ്പറ്റി സംസാരിക്കില്ല. അപ്പോൾ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടും, പ്രൊഡ്യൂസറിന് കീശയിലേക്ക് പൈസയും കിട്ടും. അത് തന്നെ ഇവരുടെ ഉദ്ദേശം, അത് വേറെ ഒന്നുമല്ല. ഇതിപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, കേരളത്തിലെ ആൾക്കാരെ അല്ലെങ്കിൽ മലയാളികളെ ഒന്നൊന്ന് ചൊറിയുക. അപ്പോൾ എല്ലാ മലയാളികളും കൂടി ഈ ഒരു സിനിമ പോയി കാണുമല്ല, തെറി വിളിക്കാനാണെങ്കിലും. അത് തന്നെ സംഭവം. അതാണ് ക്ലിയർലി ഇവരുടെ ഇൻറ്റൻഷൻ എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. അല്ലാതെ ഐ ഡോണ്ട് സീ എനി റീസൺ ഫോർ എ സീക്വൽ. ഇത് കൂടാതെ ഡയറക്റ്റഡ് ബൈ കാമാഖ്യ നാരായണൻ സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ട് വരില്ല. അപ്പോൾ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോലും ഫസ്റ്റ് പാർട്ട് എടുത്തിട്ടുള്ള ആൾക്ക് പോലും താല്പര്യമില്ല എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഈ ശുഷ്കാന്തി മൊത്തം ഉള്ളത് പ്രൊഡ്യൂസറിനാണ്. ഈ പ്രൊഡ്യൂസർ തന്നെയാണ് പാർട്ട് 1 പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങേരുടെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കി, ഇങ്ങേരെ ആദ്യം ഡയറക്ടറായിരുന്നു, പിന്നെ ഇങ്ങേർക്ക് പണി അറിയില്ല എന്ന് ഇങ്ങേർക്ക് തന്നെ മനസ്സിലായപ്പോഴാണ് ആ പരിപാടി നിർത്തിയതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെ റേജ് ബെയ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊപ്പഗൻഡ ടൈപ്പ് ഓഫ് മൂവീസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ പറയാനായിട്ടാ. ഫാക്ച്വൽ കാര്യങ്ങൾ വേറെ ആയിരിക്കും, പക്ഷേ എന്തായാലും പുള്ളി കേരളത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കും പുള്ളിയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാമല്ലോ. അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ഒരു സംഭവം വരുമ്പോഴേക്കും ഞാൻ ഇത് കണ്ടിട്ട് ഒരു ആനന്ദം കണ്ടെത്തണതാണ് ഇവരിങ്ങനെ എടുത്തിട്ട് ഊക്കുമ്പോഴേക്കും. മനസ്സിലായില്ല? അപ്പോൾ നാട്ടുകാരും കുറച്ച് ആനന്ദം ഇനി കണ്ടെത്തും. നമ്മുടെ ഇവിടെ മലയാളികൾ ഈ സിനിമ എന്തായാലും മിക്കവാറും ചിലപ്പോൾ പോയി കാണും, അല്ലെങ്കിൽ ഈ സിനിമ കാണാതെ പോലും എടുത്തിട്ട് ഊക്കും. ഞാൻ അവരെ തെറ്റ് പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ കണ്ടു വെച്ചിട്ട് എന്തായാലും നല്ല രീതിയിൽ ഊക്ക് വാങ്ങാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഇത് ഇറങ്ങുന്നത് ഫെബ്രുവരി 27 ഈ ഒരു സിനിമയുടെ തംബ്നെയിൽ പോലും വൻ കോമഡി ഉണ്ട്. ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം എന്തായാലും ഇതിൻ്റെ 7 കാലത്ത് കൂടെ പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. രണ്ടാമത് ഇതെന്താ സോനം കപൂർ 144 രൂപ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നണത്. ഇതൊക്കെ ഏത് നടിമാരുടെ, ഇതൊക്കെ ആര്, ഇവരൊക്കെ ആരാ? ആ സീനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മെയിൻ സ്ട്രീമിലുള്ള ഒരു നടിമാരും പോലും ഇത്തരത്തിലുള്ള ഒരു മലങ്കൾട്ട് സാധനത്തെ കൊണ്ട് തലവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തായാലും പ്രോ ലെവൽ മലങ്കൾട്ടായിരിക്കും. മലയാളികൾ മറ്റേ തേക്കപ്പെട്ട ദാമോദര സുന്ദര മറ്റേ സാധനമില്ലേ, അതൊക്കെ കണ്ട പോലെ തന്നെ ഇത് മിക്കവാറും ഇരുന്ന് കണ്ടു നോക്കുമെന്ന് എനിക്ക് തോന്നണം. എന്തായാലും റോസ്റ്റ് ചാനൽസിനും അതുപോലെ തന്നെ മൂവി റിവ്യൂസ് പറയുന്ന ആൾക്കാർക്കും
കിടിലൻ സാധനമാണ് വരുന്നത്. എടുത്തിട്ട് അലക്കും, ഉറപ്പാ. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾക്ക് കുറേ കണ്ടൻറ്റായി. അപ്പോൾ അവരെന്തായാലും മലയാളികളെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് കുറേ പൈസ ഉണ്ടാക്കാൻ നോക്കണം. നമ്മൾ ഇത് കണ്ടിട്ട് ഇതിൽ തോന്നുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തിരിച്ച് അവരെ വിൽക്കുന്നു. അപ്പോൾ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണെന്ന് തന്നെ പറയൂട്ടെ. ഇപ്പോൾ ഈ സിനിമ ഞാൻ കണ്ടിട്ട് എനിക്കിത് നീറ്റ് ആൻഡ് ക്ലീൻ പടമായിട്ട് തോന്നിയ, എനിക്ക് നല്ലതെന്ത് എങ്കിലും ഉണ്ടെങ്കിൽ തോന്നിയാൽ ഞാൻ പറയാം. പക്ഷേ ട്രെയിലർ കണ്ടിട്ട് എന്തെങ്കിലും നല്ലത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പ്യുവർ റേജ് ബെയിറ്റ് ആണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ള നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു സാധനം എന്ത് കാര്യം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ള ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കാരണം ഫസ്റ്റ് പാർട്ടിൻ്റെ റിസപ്ഷൻ തന്നെ ഇവർക്ക് മനസ്സിലായ കാര്യമാണ് അവർക്ക് പാളിപ്പോയി എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ വല്ല അജണ്ട ഉണ്ടാവണമായിരുന്നു. അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ള ഇപ്പോൾ ഇതും കൂടി കണ്ടപ്പോൾ മനസ്സിലായി. എന്തായാലും ചില ആൾക്കാർക്കെങ്കിലും നല്ലൊരു അജണ്ട ഉണ്ട്. കേരളത്തെ താറടിച്ച് കാണിപ്പിക്കണം, അല്ലെങ്കിൽ മലയാളികളെ താറടിച്ച് കാണിപ്പിക്കണം. ഇവിടെ മതസൗഹാർദ്ദത്തിലൂടെ ജീവിച്ചു പോകുന്ന മെജോറിറ്റി ആളുകളെ നേരെ ഉൾട്ടടിച്ച് ഇവിടെ മെജോറിറ്റി മതഭ്രാന്തന്മാരാണെന്നുള്ള രീതിയിലുള്ള കാണിക്കണമെന്നുള്ള വല്ലാത്തൊരു ക്ഷീണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും അവിടെയും മതഭ്രാന്തന്മാരുണ്ടാവും. അവിടെയും മതം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് ആൾക്കാരെ കൊല്ലാൻ നടക്കുന്ന കുറേ മണ്ടനോളികൾ അവിടെ ഉണ്ടാവും. പക്ഷേ കേരളത്തിൽ അത്തരക്കാരാണ് കൂടുതലെന്ന് കാണിക്കുന്നതിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. കേരളത്തിൽ അങ്ങനെയല്ല. എന്തായാലും നിങ്ങളുടെ സ്ഥലങ്ങളിലുള്ളേക്കാളും ഓവറായിട്ടൊന്നും ആൾക്കാർ ഇവിടെ ഇല്ല. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിയും ബോധമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ പള്ളിയും അമ്പലവും ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഇടം തന്നെ എളമക്കര, എനിക്ക് ചുറ്റും അമ്പലവും മോസ്കും ചേർച്ചും ഉണ്ട്. മനസ്സിലായ? ഇവിടെ ആരും തമ്മിൽ അങ്ങോട്ട് ഇടിയൊന്നും ഉണ്ടാവാറില്ല, ഒരു പ്രശ്നവുമില്ല. ഇവിടെ പെരുന്നാളും പള്ളിപ്പെരുന്നാളും അമ്പലത്തിലെ ഉത്സവമൊക്കെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കാറുണ്ട്. ഇതൊക്കെ കൂടാതെ ഓണം, വിഷു, ഈസ്റ്റർ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ഒക്കെ ഒന്നിച്ചാണ് ഇവിടെ ആഘോഷിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡുകളൊക്കെ ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുകയും അതുപോലെ വീട്ടിൽ വിളിച്ച് ഫുഡ് വയറിറച്ച് കൊടുക്കുന്ന പരിപാടി ഇവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നിന്നെ ഒന്നും കൊണ്ട് പറ്റൂല. ഇത് കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ, അല്ലെങ്കിൽ മലയാളിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. മലയാളി അതിവിടെ കേരളത്തിലായാലും ശരി വേറെ ഏത് രാജ്യത്ത് പോയാലും എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ് മെജോറിറ്റി ആളുകൾ. അല്ലാതെ നിന്നെയൊക്കെ പോലെ ലേബൽ നോക്കി ഇതാണെന്ന് നോക്കി അതാണെന്ന് നോക്കി ഫുഡ് കഴിക്കാൻ പോവുക അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടാക്കുന്നവരല്ല മലയാളികൾ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ പേര് ബാച്ച എന്നാണ്. അനീസ് എന്നുണ്ട്, അഫ്തറിനുണ്ട്, ആഷിൽ നിന്നുണ്ട്, ഡിനു ആൽബി എന്നുണ്ട്. മനസ്സിലായ? ഇതൊന്നും നിന്നെയൊന്നും കൊണ്ട് പറ്റൂല. അപ്പോൾ നിന്നെയൊന്നും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തുമില്ല. എന്നാൽ അത് ചെയ്യുന്ന കാണുമ്പോൾ നിൻ്റെയൊക്കെ പലയിടങ്ങളിലെ കുരുകൾ പൊട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമായിട്ട് എനിക്ക് ഫീൽ ആവുന്നത്. ഞാൻ ഈ പറഞ്ഞ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാത്ത ആളും കൂടിയാണ്. എനിക്കും ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. ഇപ്പം എനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് എന്നാരും നീ എന്താടാ ഇഷ്ടപ്പെടാത്തത്, നീ എന്തിനാണ് മതം സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ നീ എന്താടാ രാഷ്ട്രീയം സ്വീകരിക്കാത്തതെന്ന് പറഞ്ഞാൽ ആരും എൻ്റെ അടുത്ത് മെക്കിട്ട് കയറി വരാറുമില്ല. മനസ്സിലായില്ലേ? ഞങ്ങളുടെ നാട് നിങ്ങളുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പീസ്ഫുൾ ആണെന്നുള്ളതാണ് എനിക്ക് പ്രൊഡ്യൂസറിനോട് പറയാനുള്ളത്. അപ്പോൾ ഈ കണ്ണിന് ചുറ്റുമുള്ള ചെളി തുടയ്ക്കാതെ അപ്പുറത്തെ പറമ്പിൽ അല്ലെങ്കിൽ അപ്പുറത്തെ സ്റ്റേറ്റിൽ കിടക്കണ ചെളിനെ പറ്റി കുറ്റം പറയാൻ നിൽക്കരുത്. ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ ഇറങ്ങുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇവരോടൊക്കെ. എന്തായാലും വിപുൽ അമൃത്ലാൽ ഷാ ചെറിയ ക്ഷീണമൊന്നുമല്ല എന്ന് മനസ്സിലായി. എന്തായാലും താങ്ക് യു ഫോർ ദ കണ്ടന്റ്, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മലയാളികൾക്ക് എടുത്ത് ഉടുക്കാൻ ഒരു കണ്ടന്റ് വരുന്നുണ്ട്. മിക്കവാറും ഇത് എടുത്ത് ഉടുക്കല്ല അലക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഇത് കണ്ടിട്ട് ഇച്ചിരി കുരുവും പൊട്ടി, അങ്ങോട്ട് ദഹിച്ചുമില്ല, ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗുണമുള്ളൂ ഈ ഇങ്ങനത്തെ മലങ്കൾട്ടൊക്കെ റിയാക്ട് ചെയ്താൽ എനിക്ക് ഗുണമുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രോ ലെവൽ മലങ്കൾട്ട് ലോഡിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ക്വാളിറ്റി ഏത് കൂടെ എന്തായാലും പോയിട്ടില്ല. എന്തായാലും ആക്ടിങ്ങും വേറെ സീനായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ആയത് ഈ ട്രെയിലർ കണ്ടപ്പോൾ. കാരണം ഇതിനകത്ത് തന്നെ നാടകം ലെവൽ ആക്ടിങ് ആണ് ഞാൻ കണ്ടത്. ഒന്നും പോസിറ്റീവായിട്ട് എനിക്ക് പറയാനൊന്നും ഇല്ല. പോസിറ്റീവ് ഒരേ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മലങ്കൾട്ട് അപരാധങ്ങൾ വരുമ്പോൾ റോസ്റ്റ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും സിനിമ നിരൂപണം ചെയ്യുന്ന ആൾക്കാർക്കും റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്ക് ഒരുപാട് ഗുണമുണ്ടാവും എന്നുള്ളതാണ്. അതിലെനിക്ക് പെരുത്ത സന്തോഷമുണ്ട്, എനിക്കും ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു.
താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എന്ത് തോന്നി ഈ ഒരു സാധനം കണ്ടിട്ടുന്നുള്ളത്.